Dear students, in the previous class we were discussing about what is performance measurement and what is the importance of performance measurement and the objective and benefit of performance measurement in an organization. Today we are discussing about measures of performance or how to evaluate the performance of an organization. Actually, what is performance measurement? It is one of the important function of management accountant. This means evaluate the overall performance of the organization, and it is the process of collecting, analyzing and reporting information regarding the performance. That means evaluating the performance of an individual, group, organization, system or components. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെർഫോമൻസ് മെഷർ ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. Mainly, there are two techniques are used to measure the performance. They are financial performance measures and non-financial performance measures. First one, financial performance measures. It is very important to evaluate the financial performance of the organization because the success of the organization depends upon its financial performance. The financial performance identifies how well a company generates revenue and manage its assets, liability and the financial interest of its shareholders. അല്ലേ, എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലയബിലിറ്റീസിനെയും അസറ്റ്സിനെയും ഫിനാൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ ഒരു ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെഷറാണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ എന്ന് പറയുന്നത്. There are so many techniques are available to evaluate the financial performance of the organization. Some of them are ROI. ROI stand for return on investment method. The second one RI. RI stand for residual income method. The third one EVA. EVA stand for economic value added technique. And finally different cash flows. Today നമ്മൾ നോക്കുന്നത് എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതാണ്. ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫ് E.I. ഡ്യൂപോണ്ട് ഡി നോമേഴ്സ് ആൻഡ് കമ്പനി ഇൻ 1919. അല്ലെ, ഈ ഒരു ഡ്യൂപോണ്ട് എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പേരിൽ തന്നെയുണ്ട് എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത്. റിട്ടേൺ ഫ്രം ദി ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് എന്നാണ് ഈ ടെക്നിക്ക് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് കൺസിഡർ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എലോങ് വിത്ത് ദ ഇൻകം ജനറേറ്റഡ് ഫ്രം ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ആ എമൗണ്ടിൽ നിന്നും എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് വെച്ച് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദി ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി organization. When a firm invests money in a business, it naturally expects adequate return from this investment. Therefore, a firm wants to know how much profit is earning on its investment. Okay, then എത്രയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ, ഒരു പ്രോഫിറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദിസ് ടെക്നിക്ക് എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിട്ടേൺ ഓർ പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇത്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എക്സെട്ര എക്സെട്ര. ദെൻ അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ദിസ് ഈസ് ദ ഇക്വേഷൻ. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അല്ലേ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു.
Then usually this ratio is expressed as a percentage. So it is multiplied by 100. അതുകൊണ്ടത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ പെർസെൻറ്റേജിലേക്ക് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഇനി നോക്കൂ, ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് റേഷ്യോയുടെ ഒരു മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻറ്റു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻറ്റു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. എന്താണ്? ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. This ratio measures how effectively assets are being used in the organization during a particular period. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അസറ്റ്സ് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ദ ഇക്വേഷൻ ഈസ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് നമ്മൾ എത്ര ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തു അതിൽ നിന്ന് കിട്ടിയ സെയിൽസ് എത്രയാണ് അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു അസറ്റിൻ്റെ യൂസിൻ്റെ എഫക്റ്റീവ്നെസ് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്തു. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അതായത് സെയിൽസിൽ നിന്നും ഇറ്റ് മെഷേഴ്സ് ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സെയിൽസിൽ നിന്നും എത്ര പ്രോഫിറ്റാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയത് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ദ ഇക്വേഷൻ ഈസ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. സോ ഞാൻ പറഞ്ഞു ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്നുള്ളതാണ്. ദെൻ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്തായിരുന്നു, സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ, ഇൻറ്റു ദെൻ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് എന്നുള്ളതാണ്. അപ്പോൾ ദെൻ നമ്മൾ ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സൈഡിൽ ഈ ഒരു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ ഈ സെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഈ സെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മളോട് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, ഇക്വേഷൻ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ പറഞ്ഞു, സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. ദെൻ ഓരോ പാർട്ടായിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇക്വേഷനിൽ രണ്ട് പാർട്ടാണുള്ളത്. ഏതൊക്കെയാണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ്, പിന്നെ ഏതൊക്കെയായിരുന്നു, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ്. ഇനി ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് മേ ബി ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇതിൽ മൂന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. എന്താണ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് നോക്കാം. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ടോട്ടൽ അസറ്റ്സ്, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് കറൻറ്റ് അസറ്റ്സ്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവിടെ നമ്മൾ ലയബിലിറ്റി എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടോട്ടൽ അസറ്റ്സ് ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്, ടോട്ടൽ അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അതിനാണ് നമ്മൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടോട്ടൽ അസറ്റിൽ നിന്നും, അതായത് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്നും നമ്മൾ ഏത് മൈനസ് ചെയ്യുന്നു, കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ദെൻ ഈ ഒരു നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൾട്ടർനേറ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ഡിബഞ്ചർ പ്ലസ് അതർ ലോങ് ടേം ലോൺസ്. അത് നോക്കിയാലും നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ, നെറ്റ് ക്യാപിറ്റൽ എത്രയാണെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. Then the third one is average capital employed. Then average capital employed may be calculated by dividing the sum of the capital employed at the beginning and at the end of the year by 2. അതായത് നമ്മൾ ഒരു ഇയറിൽ ടോട്ടലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതായത് ബിഗിനിങ് പ്ലസ് എൻഡ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടുന്നു. ഈ മൂന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അത് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിക്കോട്ടെ, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിക്കോട്ടെ, ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിക്കോട്ടെ, ഇത് മൂന്നും നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ
ചെയ്യാവുന്നതാണ്. ബട്ട് ജനറലി നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ടേക്കൺ ഫോർ കാൽക്കുലേറ്റിംഗ് ROI. ജനറലായിട്ട് അല്ലെങ്കിൽ യൂഷ്വലായിട്ട് എല്ലാവരും എടുക്കുന്ന ഏതാണ്? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി ഓർ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ഡിബഞ്ചർ പ്ലസ് അതർ ലോങ് ടേം ലോൺസ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതൊക്കെ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വെച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, ദെൻ അതാണ് ഒരു കോമ്പണൻറ്റ്. ദെൻ അടുത്ത കോമ്പണൻറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. The equation for calculating operating profit is gross profit minus operating expenses. Gross profitൽ നിന്നും നമ്മൾ ഏത് മൈനസ് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ഇൻട്രസ്റ്റും ടാക്സും മൈനസ് ചെയ്യുമ്പോഴാണ്, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നമ്മൾ ഇൻട്രസ്റ്റും ടാക്സും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് എടുക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ഇത്രയാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഒരു കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണെന്ന് പറയുന്നുണ്ട്. 75,000, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 50,000, ഡിബഞ്ചർ 1,50,000, റിസർവ് 24,000. Net fixed asset 2,50,000, current asset 1,50,000, current liability 75,000, gross profit 1,06,000, administration expense 24,000, selling expenses 30,000, interest on debentures 12,000, provision for tax 14,000, net profit 26,000. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ദിസ് ഈസ് ദി ഇക്വേഷൻ അല്ലേ? ദെൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. Return on investment is equal to profit before interest and tax divided by capital employed into 100. Then profit before interest and tax, that is operating profit എങ്ങനെയായിരുന്നു കാണുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1,06,000. ഓക്കെ, 1,06,000 ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 24,000ഉം സെല്ലിംഗ് എക്സ്പെൻസസ് 30,000ഉം ആണ്. സോ 24,000 പ്ലസ് 30,000 ഈസ് ഈക്വൽ ടു 54,000. ദെൻ ആ ഒരു ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും 1,06,000 ആയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള 54,000 നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു 52,000. ഓക്കെ, ദെൻ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് വെച്ചുകൊണ്ടും നമുക്ക് എന്ത് കാണാവുന്നതാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാവുന്നതാണ്. അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് 26,000 ആണ്. ദെൻ അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു 12,000. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് 14,000. അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇൻട്രസ്റ്റും ടാക്സും കുറച്ച് എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ്. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റും ടാക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. മനസ്സിലായോ? അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണല്ലോ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആ കുറച്ച ഇൻട്രസ്റ്റും ടാക്സും നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 26,000 ആണ്, ഇൻട്രസ്റ്റ് 12,000 ആണ്, ടാക്സ് 14,000 ആണ്.
അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 52,000 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടി. ദെൻ 52,000. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ എടുക്കുന്നത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നെറ്റ് ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് ആണ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പം നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് നെറ്റ് ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അതായത് നമുക്ക് നെറ്റ് ഫിക്സഡ് അസറ്റ് എത്രയാണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിരുന്നു, 2,50,000. കറണ്ട് അസറ്റ് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1,50,000 മൈനസ് കറണ്ട് ലയബിലിറ്റി എത്രയാണെന്നും തന്നിട്ടുണ്ടായിരുന്നു, 75,000 ഈസ് ഈക്വൽ ടു 3,25,000. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയായിരുന്നു? 52,000 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 3,25,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 16%. ഓക്കെ, ഇങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് വെച്ചുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.